ഇന്ന് കൂടാളിന്ന് കുറച്ച് നമ്മളെ മനോജേട്ടനും വൈഫും കൂടി നമ്മളടുക്ക് വന്നിട്ടുണ്ട്. പിന്നെ മനോജേട്ടൻ പിന്നെ കോഴിക്കോട് കസബയിൽ SI ആണ്. അപ്പോൾ ഇന്നൊരു ലീവ് കിട്ടി. അങ്ങനെ നമ്മളെ ജ്വല്ലറിയിൽ നമ്മളെ കാണാനും അങ്ങനെയൊക്കെ വന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ സ്ഥിരം കാണാറുണ്ട്. അങ്ങനെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ മനോട്ട് ഇവിടെ എത്തിയിട്ടുള്ള അനുഭവം? എൻ്റെ ഭാര്യ ഈ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ വാച്ച് ചെയ്യുന്ന ആളാണ്. പക്ഷെ അവള് വർഷങ്ങൾ മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നൊരു വർഷം കട്ടായി തോന്നും. ഇങ്ങനെ കൊമ്പിൽ പിന്നെ ജ്വല്ലറി ഉണ്ട്, അവിടെ ഇങ്ങനെല്ലോ പല വരുന്ന ആൾക്കാർക്ക് ഈ സ്വർണ്ണെടുക്കൽ മാത്രമല്ല പല ഐറ്റംസ് ഉണ്ട്, ഓരോരോ ഐറ്റംസ് സ്റ്റോക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അവള് പറഞ്ഞ് അതാ ജ്വല്ലറിൻ്റെ പ്രത്യേകത, മറ്റുള്ള ജ്വല്ലറികൾക്ക് അങ്ങനെ ഇല്ല. കണ്ണൂർ ജില്ലയിൽ എവിടെയും പോയാലും നിങ്ങൾ സാധനം വാങ്ങിക്കുന്നു, പൈസ കൊടുക്കുന്നു, ഇറങ്ങുന്നു. പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും അത്? ഞാൻ പറഞ്ഞത് ചില സമയത്ത് അവർ ബിസിനസ്സൊക്കെ വിപുലപ്പെടുത്തേണ്ട ഭാഗമായിട്ടാണ്. ഞാൻ പറഞ്ഞല്ല, അവരെ ആ ഒരു രീതി തന്നെയാണ്. അവർക്ക് അങ്ങനെ വേറെ ഒരു എയിമുണ്ടെന്ന് തുടങ്ങിയൊന്നുമല്ല. നമ്മളൊരു ബോധവൽക്കരണം ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്കത് മനസ്സിലായി, അത് അതിന്റെ മുന്നിൽ വേറെ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, അതൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഇന്ന് ഞാനവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇവിടെ നമുക്കൊന്ന് കമ്പിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ ജ്വല്ലറികൾ കുഞ്ഞിക്കണ്ണനുണ്ട്, രവീന്ദ്രനാഥേട്ടന്റെ വേണ്ട ഇങ്ങോട്ട് വേണ്ടി വിടുക. അങ്ങനെയാ ഇങ്ങോട്ട് വന്നത്. നമ്മൾ നേരെ പോയി രവിയേട്ടന്റെ കങ്ങുപോയപ്പോ കുഞ്ഞിക്കണ്ണല്ലേ, പിന്നെ അപ്പുറം ശശീന്റെ റീഗലുണ്ട്. വേണ്ട നേരെ ഇങ്ങോട്ട് പോകാം. ഞാൻ ഇങ്ങോട്ട് വന്ന. അപ്പോൾ നമ്മളിവിടെ സ്കോട്ടഡിക്കാരിൽ മുമ്പേ അറിയുന്നതാണ്. അപ്പോൾ ഇതെന്താന്ന് എങ്ങനെയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന ചെറിയൊരു പോലീസ് ബുദ്ധി ഇതിന്റെ പിറകിലല്ലേ. അപ്പോൾ നമ്മളെ സ്കോട്ടഡി അറിയാല്ല, നമ്മളെ എന്താ പറയാ ആരോഗ്യത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണം. അപ്പോൾ എല്ലാവരും സ്കോട്ടടിക്കണം, പിന്നെ ആരോഗ്യം കണ്ടീഷൻ ആക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സംഗതി. അടുത്തത് നമ്മള് മിഷനിലൊക്കെ അറിയില്ല, വൈബ്രേഷൻ മിഷൻ ഉണ്ടല്ല. ഞാൻ പറയാ, ഒന്നാമത് നമ്മുടെ നാട്ടില് പിന്നെ ലേഡീസ് തീരെ തടി ഇറങ്ങാത്തവരാണല്ല. അപ്പൊ അവർക്ക് എന്റെ മുകളിൽ കയറി വെക്കുമ്പോ ഒരു ബ്ലഡ് സർക്കുലേഷൻ കാര്യം, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അതും സെറ്റാക്കി. എന്തായാലും വന്നവരെല്ലാം നമ്മൾ നിർത്തിക്കലുണ്ട്. അതുപോലെ ആ ഒരു ചെറിയ സമയം അവരൊരു ആരോഗ്യം ഒന്ന് ബെറ്റർ ആകുന്ന രീതിയിലാണ് സംഗതി സെറ്റ് ആക്കിയിട്ടില്ല. ഏതായാലും ഇവിടുത്തെ നമ്മളെ സർവീസ് കാര്യങ്ങളൊക്കെ നല്ല സർവീസ്. പിന്നെ മറ്റുള്ള ജ്വല്ലറിയിൽ ഒരു ഡിഫറൻസ് അല്ലേ ഇതല്ലോ. അപ്പോൾ ആൾക്കാർക്ക് അതിനോടൊരു എന്തൂസിയാസം ഉണ്ടാവും അറിയാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഡിഫറൻറ്റ് ആണ്. സർവീസ് ഒന്നും മോശമൊന്നുമില്ല. എല്ലാവരും അറ്റൻഡ് ചെയ്ത കാര്യങ്ങള് സെലക്ഷൻ എന്തോ കുറച്ച് കുറവാന്ന് പറയാം. ലോക്കറ്റ് ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല എന്ന് തോന്നുന്നു അല്ലേ? ലോക്കറ്റ് തീരെ ചെറുത് സിമ്പിൾ ആയിരുന്നു വേണ്ട. അപ്പൊ ഡയമണ്ട് ആണെന്ന് നോക്കിയല്ലേ. അപ്പൊ ഡയമണ്ടിൽ കുറെ ഉണ്ട്. പിന്നെ പിന്നെ 18 കാരറ്റിന്റെ ചെയിൻ എടുത്ത കാരണം അതാണല്ലോ നല്ല ഉറപ്പ്. അപ്പൊ 18ന്റെ ചെയിൻ സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ പറയാം, ഇനി അതന്നെ സ്വർണ്ണം ആയിക്കഴിഞ്ഞാൽ ഒരു സമ്പാദ്യം എന്തായാലും ഇരട്ടിയാവുകയുള്ളൂ, വില കൂടി വരുമല്ലോ ചെയ്യാൻ. ഏതായാലും നമ്മളെ ജ്വല്ലറിയിൽ ഇത്ര ദൂരം വന്നതിന് വളരെയധികം നന്ദി. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ മക്കളെല്ലാം കൂട്ടിയിട്ട് വരുവാണ്. ഒരു മോനുണ്ട്, ഒരു മോളുണ്ട്, അവരെ കൂട്ടിയിട്ടില്ല, ഇവര് മാത്രമേ ഇറങ്ങിയിട്ടില്ല. അപ്പൊ എല്ലാരും കൂടി ഒരു ദിവസം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതല്ലേ. അപ്പൊ വന്ന സമയം ഉണ്ടല്ലോ, വലിയ സന്തോഷമാണ്. ഉച്ച സമയത്ത് അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാണ്ട് പോകണ്ടാന്ന് നിർബന്ധിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടില്ല പോകുന്നുള്ളൂ. അല്ല അത് ഭാഗ്യമാണ്. ഞാൻ പവനൂർ മട്ടത്ത് പറഞ്ഞ് ഓണറെ വിളിച്ചു നോക്ക്, ഒരു സത്യം പോലെ ഇന്ന് എനിക്ക് കണ്ണൂര് പോണ്ടേ, നമ്മളെ അക്കൗണ്ട്സിന്റെ ആവശ്യത്തിന് പോണ്ടേ. പക്ഷേ അത് പിന്നെ പെട്ടെന്ന് എന്തോ ക്യാൻസൽ ആയി. അതുകൊണ്ട് നിങ്ങളെയും കാണാൻ പറ്റി വേറെ മിക്കവാറും ഉണ്ടാവില്ല. ഓരോ തിരക്കായിട്ട് ഓരോ വഴിക്ക് പോകില്ല. എന്തായാലും കണ്ടതിൽ സന്തോഷം, വന്നതിൽ അതിലേറെ സന്തോഷം. എന്താ പറയാ, അതൊന്നും പറയാനല്ലോ. ശരി, $29, $40.